എല്ലാവർക്കും നമസ്കാരം. നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരയ്ക്കാൻ പോവുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി, നല്ല പൂ പോലത്തെ ഇഡ്ഡലി കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. അതിന് ഞാൻ 1 കപ്പ് വെള്ള അവൽ എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തിയെടുക്കണം. വെള്ള എടുക്കുവാണെങ്കിൽ വെളുത്തിരിക്കും ഇഡ്ഡലി. ചുവന്ന എടുത്താലും കുഴപ്പമില്ല, ഇത്തിരി കളർ ചേഞ്ച് വരുമെന്നേ ഉള്ളൂ. ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിന്നെ വേറൊരു കാര്യം, നല്ല ഇഡ്ഡലി ഉണ്ടാക്കാൻ എപ്പോഴും അരി അരയ്ക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ അരയ്ക്കണം. അതും നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടാനുള്ള ഒരു ടിപ്പാണ്. ഇത് ഞാനിതിപ്പോൾ വെള്ളം ഒഴിച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വെള്ളം കുടിക്കും. അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. 1 കപ്പ് ഉഴുന്നിന് 3 കപ്പ് അരി, 1 കപ്പ് അവല്, ആ രീതിയിലാണ് ഞാൻ എടുക്കാറ്. ഇന്നലെ ഞാൻ അരി വെള്ളത്തിലിട്ടൊന്നും അരച്ചതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒഴിക്കാം. ഇഡ്ഡലിത്തട്ട് നന്നായിട്ട് ചൂടായിട്ട് എണ്ണ തേച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഒഴിക്കുമ്പോഴാണ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 8 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ വേവ് കറക്റ്റാണ്. അതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്കത് തട്ടത്തിൽ നിന്ന് മാറ്റാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല പതുപതുന്നുള്ള ഇഡ്ഡലിയാണ്. നിങ്ങളും ഈ ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്ക്. നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിപ്പൊടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ബൈ.